പോഷക സപ്ലിമെന്റ്സും വളരെയധികം പ്രചാരം നേടുന്നതും ഉപയോഗം കൂടിയും വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ നേരിടുന്നത്. അപ്പോൾ അവിടെ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഇപ്പോൾ ക്ലയൻസിന് ഉണ്ടാകുന്നു. ഇപ്പം നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസ് തന്നെ നമ്മളോട് ചോദിക്കുന്നു, ഏത് പോഷക സപ്ലിമെൻ്റാണ് ഞാൻ കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, കിഡ്നിക്ക് പ്രോബ്ലം വരുന്നോ. ഇപ്പം ഡയബറ്റീസ് ഒക്കെ ആകുമ്പോഴത്തേക്കും കിഡ്നി റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ പലർക്കും അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വന്നു വരും. ഈ ഡയബറ്റീസ് മാത്രമല്ല, ആരോഗ്യത്തെ സംബന്ധിച്ചും പോഷക സപ്ലിമെൻറ്റുകൾ ഒരു പ്രൈമറി ടൂളല്ല. പ്രൈമറി ടൂൾ യാതൊരു സംശയം വേണ്ട ഭക്ഷണം തന്നെയാണ്. പക്ഷേ അതേസമയം കൃത്യമായ രീതിയിലുള്ളൊരു ഭക്ഷണ ക്രമീകരണം വരുത്തിയാൽ പോലും നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ട്, പ്രത്യേകിച്ചും ശരീരത്തിൻ്റെ രക്തത്തിൽ മാത്രമല്ല കോശങ്ങളുടെ തലത്തിൽ ഒരു സെല്ലുലാർ ലെവലിൽ പോലും ഒരു വ്യക്തിക്ക് അവരുടെ ഭക്ഷണത്തിൽ കൂടെ എല്ലാ പോഷകങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. സോ ഇറ്റ് ഈസ് ബിയോണ്ട് കൺഫ്യൂഷൻ ഓർ ബിയോണ്ട് ഡിസ്കഷൻ ദാറ്റ് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദിസ് ഏരിയ. പ്രമേഹ രോഗിയെ സംബന്ധിച്ചാണെങ്കിൽ ഇവിടെ വളരെയധികം പ്രാധാന്യമുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, അദ്ദേഹം നല്ലൊരു ശതമാനം ആൾക്കാരും കാണിക്കുന്ന അവരുടെ ഭക്ഷണത്തിന് നല്ല നിയന്ത്രണം ഏർപ്പെടുത്തും. അവർ അളവുകളിലാണല്ലോ ഏറ്റവും കൂടുതൽ കുറവ് കൊണ്ടുവരും. നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ഒരു 3 ദോശ കഴിച്ചുകൊണ്ടിരുന്നാൽ 1 ദോശയാക്കുന്നു. അപ്പോൾ കുറച്ചാൽ നല്ലതാണെന്നുള്ള ധാരണയിൽ ദേ ഓൾറെഡി ഷുഡ് ബി ഹാവിങ് എ കോംപ്രമൈസ് ഓൺ ഡിഫറെൻറ്റ് ന്യൂട്രിയൻസ്. ഏറ്റവും കൂടുതൽ ഞാൻ പ്രമേഹ രോഗികൾ കണ്ടിട്ടുള്ള ഒരു പോഷകക്കുറവ് പ്രോട്ടീൻ തന്നെയാണ്. സോ അവിടെ ഒരു നല്ലൊരു ക്വാളിറ്റി പ്രോട്ടീൻ സപ്ലിമെൻറ്റ് നല്ലൊരു സ്പേസ് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒന്ന് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമ്മുടെ ഹെൽത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു ന്യൂട്രിയൻ്റ് ആണെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. പ്രമേഹ രോഗിയെ സംബന്ധിച്ചാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മറ്റൊന്നാണ് മെഗ്നീഷ്യം. മെഗ്നീഷ്യം എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പോഷക വസ്തുവാണ്. ബട്ട് വി യൂസ് ടു സപ്പോർട്ട് അവർ ക്ലയൻസ് ഇയേഴ്സ് ബാക്ക് വിത്ത് മെഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ്. അതുപോലെ മറ്റൊന്നാണ് ഒമേഗ-3 സപ്ലിമെൻറ്റ്സ്. ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ന്യൂട്രിയൻ എന്ന രീതിയിൽ ഒമേഗ-3 സപ്ലിമെൻറ്റ്സ് നമ്മൾ അതും സെലക്റ്റഡ് ആയിട്ട് ഒമേഗ-3 സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഇൻഫാക്റ്റ് ഇന്ന് ഈ അടുത്ത കാലത്ത് റിസർച്ചിൽ നിന്നും ഫൈൻഡിങ്സിൽ നിന്നും സ്റ്റഡീസിൽ നിന്നും ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള കണ്ടീഷൻസിനെ ഇനിഷ്യൽ പീരീഡ്സിൽ ഓവർകം ചെയ്യുന്നതിനാണ് ചില സ്പെസിഫിക് ആയിട്ടുള്ള ഹെർബൽ സപ്ലിമെൻറ്റുകളും ഗുണം കാണാറുണ്ട്. ഇഷ്ടംപോലെ സ്റ്റഡീസ് നിന്ന് വരുന്നുണ്ട്. ബെർബറിൻ, അതുപോലെ തന്നെ മറ്റ് പല ഹെർബൽ സപ്ലിമെൻറ്റ്സ്. അപ്പോൾ മാളവിക പറഞ്ഞ പോലെ ഒരു നല്ല ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു അറിവോടുകൂടി അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി ഡയറ്റിനോടൊപ്പം ഒരു പോഷക സപ്ലിമെൻറ്റൂടെ കമ്പൈൻ ചെയ്താൽ, അല്ലെങ്കിൽ പോഷക സപ്ലിമെൻറ്റുകളുടെ ഒരു വിദഗ്ധമായ കോമ്പിനേഷനും കൂടി ഒന്ന് ഓഗ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ഭുതകരമായ വ്യത്യാസങ്ങൾ ഡെഫിനറ്റ്ലി ആ വ്യക്തിയുടെ ഭക്ഷണത്തിലും ആരോഗ്യത്തിലും പോഷകാവസ്ഥയിലും ഉണ്ടാക്കാൻ സാധിക്കും.